ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിക്കോളാം. അതിൽ യൂണിയൻ ആൻഡ് ടെറിട്ടറിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ പാർട്ട് 2 ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന 12 മുതൽ ആർട്ടിക്കിൾ 32 വരെയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. അതിൽ തന്നെ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ DPSPകളിലെ ആർട്ടിക്കിൾ 38, 44, 48A തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 110, 112, അതുപോലെ 226, ദെൻ ആർട്ടിക്കിൾ 352, 56, 360, 368, ആർട്ടിക്കിൾ 300A. അപ്പോൾ ഇത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് റിവൈൻഡ് ചെയ്ത് വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ്, ശ്രദ്ധിക്കുക.